രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളം. രാഷ്ട്രീയമായും സാംസ്കാരികമായും പ്രബുദ്ധമായ ജനതയാണ് മലയാളി. ഈ വക അന്ധവിശ്വാസങ്ങളൊക്കെ ഇനി നമുക്ക് അവസാനിപ്പിക്കാം. രാജ്യത്തെ മറ്റേതിടത്തെയും പോലെ വെറും രാഷ്ട്രീയ അജണ്ടകളിൽ വീണ് തെരുവിൽ തല്ലുന്ന ഒരു ജനക്കൂട്ടം മാത്രമാണിന്ന് നമ്മൾ. ഇന്നത്തെ ഹർത്താൽ നമുക്കിത് ശരിക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഇവിടെ വിശ്വാസവുമില്ല, നവോത്ഥാനവുമില്ല, പരസ്പരം പോർവിളികൾ മാത്രം. ഇത്രയും അക്രമം നടന്ന, പരസ്പരം തമ്മിലടിച്ച ഒരു ഹർത്താൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടേയില്ല. 14 ജില്ലകളും ഇന്ന് നിന്ന് കത്തി. പാർട്ടിക്കാർ തെരുവുകൾ കീഴടക്കി. ജനം പേടിച്ച് മടുത്ത് വീട്ടിലിരുന്നു. തിരുവനന്തപുരത്ത് ഇന്നും തെരുവ് യുദ്ധമായിരുന്നു. പലയിടത്തും BJP CPM പ്രവർത്തകർ നേരിട്ട് ഏറ്റുമുട്ടി. നെടുമങ്ങാടും മലയൻകീഴും മണിക്കൂറുകളോളം ഈ ഏറ്റുമുട്ടൽ തുടർന്നു. മലയൻകീഴ് ഒരു വീടും വാഹനവും അടിച്ചു തകർത്തു. വനിതാ മുതലിന് പോയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് FB പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശബരിമല സ്ത്രീകൾ കയറുന്ന അനുകൂലിച്ച് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെതിരെ വിമർശന പ്രതിഷേധമൊക്കെ കമന്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കടയടപ്പിക്കാൻ ശ്രമിച്ച ഹർത്താൽ അനുകൂലികളെ പോലീസ് പിടികൂടി. നെയ്യാറ്റിൻകരയിലും കഴക്കൂട്ടത്തും സമാനമായിരുന്നു സ്ഥിതി. തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ ഹർത്താൽ അനുകൂലികൾ നടത്തിയ മാർച്ചോടെയായിരുന്നു സംഘർഷങ്ങളുടെ തുടക്കം. ഏറെ സമയം നഗരം മുൾമുലയിലായിരുന്നു. മാധ്യമപ്രവർത്തകരെ തിരഞ്ഞു പിടിച്ചടിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി KSRTC ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും കല്ലേറിൽ തകർന്നു. കടകളും വാഹനങ്ങളും തകർക്കപ്പെട്ടു. പ്രതിഷേധങ്ങളും കരിങ്കൊടി പ്രയോഗവും മുഖ്യമന്ത്രിക്ക് നേരെയും നീണ്ടു. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനം കോൺഗ്രസ് പ്രവർത്തകരെ ഇടിച്ചതോടെ ചർച്ചകളുടെ ഗതി മാറി. ആംബുലൻസ്
ഭാരവാഹികൾ ബൈക്കിൽ പോകുമ്പോഴാണ് ഇടിച്ചു തെറിപ്പിച്ച്. അവരാരും കരിങ്കൊടി കാണിക്കാൻ പോയതല്ല. ഇവർ ബൈക്കിൽ വരുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം വന്നിട്ട് ഇവരെ ഇടിച്ച്, അതല്ല റേസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് ഇടിച്ച്. അതായത് മനഃപൂർവ്വം കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പോലീസ് ഈ കൃത്യം നിർവഹിച്ചത്. അപ്പോൾ ഈ പ്രതിഷേധ പ്രകടനം ചെയ്തവരെയല്ല അപ്പോൾ ചെയ്തിട്ടുള്ളത്. 2 ഭാരവാഹികളും പ്രതിഷേധ പ്രകടനത്തിനൊന്നും പോയിട്ടില്ല. അവർ ധർണ കഴിഞ്ഞ് മടങ്ങുകയാണ്. ഞങ്ങളൊക്കെ മടങ്ങിയ കൂട്ടത്തിൽ അവരും മടങ്ങിയതാണ്. ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം ഇവരെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ആ തെറിപ്പിച്ചതിന് ശേഷം വീണ്ടും റേസ് ചെയ്തെടുത്തിട്ടാണ് രണ്ടാമതും ചെയ്തത്. എല്ലാ ദൃശ്യങ്ങളിലും കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ മുഖ്യമന്ത്രി ചെയ്യുന്നത്. SRCPക്ക് ശേഷം സ്വതന്ത്ര ഇന്ത്യ കാണുന്ന ഏറ്റവും വലിയ ഏകാധിപതിയാണ് പിണറായി വിജയൻ. ഇയാളുടെ ധാർഷ്ട്യത്തിന് തിരിച്ചടി നൽകേണ്ട സമയം അതിക്രമിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ കരിങ്കൊടി അടിച്ച് മുഖ്യമന്ത്രി വണ്ടി 2 കോൺഗ്രസ് ഇടിച്ചെള്ളിട്ട് ലൈവ് എന്തെങ്കിലും ഇരുന്നുണ്ടോ താവട്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടാ. 2 പേരും ഇടിച്ചെള്ളിട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അകമ്പടി വാഹനം ഇടിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം DC സെക്രട്ടറിയും കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയുടെ ഭർത്താവുമായ കൃഷ്ണകുമാർ, രാജീവ്, മുനീർ എന്നിവർക്കാണ് പരിക്ക്. വളരെ ക്രൂരമായ നിലയിൽ ആ പൈലറ്റ് വാഹനം വെട്ടിത്തിരിച്ചാണ്, ന്യൂസ് 18 കാണാൻ കഴിയും, വെട്ടിത്തിരിച്ചാണ് ആ പ്രവർത്തകരെ ഇടിച്ചിട്ടിട്ട് പോയത്. കരിങ്കൊടി കാണിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. ഇതിനൊക്കെ മുമ്പ് മുഖ്യമന്ത്രിയെ എറിഞ്ഞ് പരിക്ക് പറ്റിച്ച ആളുകളാണ് ഇന്നിവിടെ കരിങ്കൊടി കാണിക്കുന്നതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. വളരെ ദുഃഖകരമായ ഒരു സംഭവമായി പോയി അത്. ഹർത്താൽ വിജയിപ്പിക്കാൻ BJP പ്രവർത്തകരും ഹർത്താലിനെ പ്രതിരോധിക്കാൻ ഇടതു പ്രവർത്തകരും ഇറങ്ങിയതോടെ ഒട്ടുമിക്ക ജില്ലകളിലും തെരുവുകൾ കലാപഭൂമിയായി. പാലക്കാട്ട് ദിവസം മുഴുവൻ ആശങ്കയായിരുന്നു. രാവിലെ മുതൽ തുടങ്ങി സംഘർഷങ്ങളും സംഘം ചേരലുകളും. രാവിലെ CPM ഓഫീസിലേക്ക് നീങ്ങിയ BJPക്കാരെ പോലീസ് തടഞ്ഞു. എങ്കിലും വ്യാപക അക്രമം. വൈകിട്ട് തിരിച്ച് BJP ഓഫീസിലേക്ക് CPM പ്രകടനം. ഇതോടെ നഗരം വീണ്ടും മുൾമുനയിൽ. കോഴിക്കോട് മിഠായി തെരുവിൽ രാവിലെ തന്നെ തുടങ്ങി സംഘർഷങ്ങളും പോർവിളികളും. തുടർച്ചയായി ഉണ്ടാവുന്ന ഹർത്താലുകൾ വലിയ നഷ്ടമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ കടകൾ തുറക്കാൻ വ്യാപാരികൾ തീരുമാനിക്കുകയായിരുന്നു. പോലീസ് സുരക്ഷ നൽകുമെന്ന് ഉറപ്പു നൽകി. ഇതോടെ രാവിലെ 10-ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് നസറുദ്ദീന്റെ കട ആദ്യം തുറന്നു.
പിന്നാലെ മറ്റ് കടകളും തുറക്കാൻ തുടങ്ങി. ഇതോടെ പ്രതിഷേധക്കാരെത്തി. ഹർത്താൽ അനുകൂലികളിൽ ഒരു വിഭാഗം പോലീസിനെ മറികടന്ന് മിഠായി തെരുവിന് ഉള്ളിലേക്ക് നടന്നു. പിന്നെ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ. ഓനെ അടിക്കാതെ വല്ല നമ്മൾ പിടിച്ചുകൊടുത്ത് ഓനെ സംരക്ഷിച്ചായിരുന്നു. തുടക്കത്തിൽ പോലീസ് വെറും കാഴ്ചക്കാരായി നോക്കി നിന്നു. പിന്നീട് ഹർത്താൽ അനുകൂലികളെ നേരിടാൻ ഡിവൈഎഫ്ഐക്കാരെത്തി. പരസ്പരം അടി നടക്കും എന്ന് ഉറപ്പായതോടെ പോലീസ് ലാത്തി വീശി. ചിതറിയോടിയ ഹർത്താൽ അനുകൂലികൾ വിഎച്ച്പിയുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രത്തിൽ കയറി കല്ലേറ് തുടങ്ങി. ഇതോടെ ഡിവൈഎഫ്ഐക്കാരും സംഘടിച്ചെത്തി. ബിജെപിക്കാരെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് പിന്നീട് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിലായി വാക്കേറ്റം. കേരളത്തെ കലാപഭൂമിയാക്കുവാൻ ആർഎസ്എസിന്റെ പുതുമുത്തച്ഛന്മാർ വിചാരിച്ച നടക്കൂല. ഇപ്പോഴുള്ള ഈ കീടങ്ങൾ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ആയിരക്കണക്കിന് സമരസഖാക്കളുടെ നെഞ്ചിലെ ചോര വണ്ട് ചുവപ്പിച്ച ഈ നക്ഷത്രാങ്കിത ഈ കോഴിക്കോട് നഗരം ഡിവൈഎഫ്ഐയുടെ വലയത്തിലായിരിക്കുമെന്ന് തന്തയ്ക്ക് പറന്ന ആർഎസ്എസ് ഉണ്ടെങ്കിൽ കോഴിക്കോട് നഗരത്തിലെ ഡിവൈഎഫ്ഐ വെല്ലുവിളിക്കുന്നു. പിന്നീട് കൂടുതൽ പോലീസ് എത്തി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച 4 പേരെ അറസ്റ്റ് ചെയ്തു. ഹർത്താൽ അനുകൂലികൾക്ക് മിഠായി തെരുവിൽ പ്രവേശിക്കാൻ അവസരം ലഭിച്ചതിലൂടെ പോലീസ് നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടതായി വ്യാപാരികൾ പറഞ്ഞു. പൂർണ്ണമായ സുരക്ഷ നൽകുമെന്ന് പോലീസാണ് പറഞ്ഞത്. ഒടുവിൽ ഹർത്താൽ അനുകൂലികൾ കയറി കടകൾ തല്ലി തകർത്തപ്പോൾ പോലീസ് കയ്യും കെട്ടി നോക്കുകയും സംരക്ഷിക്കാനാവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭരണകൂടം ആ ഉറപ്പ് നൽകിയതെന്ന് ആരും ചോദിച്ചു പോകും. പോലീസിന് വീഴ്ച പറ്റിയതായി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ സമ്മതിക്കുകയും ചെയ്തു. ഞങ്ങൾ വ്യക്തമായി പിടിച്ചു കൊടുത്താൽ 5 ഷോപ്പിന് ചില്ലിന് കല്ലെറിഞ്ഞ് പൊട്ടിച്ച ഒരു പ്രതിനെ വ്യക്തമായി പിടിച്ചു കൊടുത്തിട്ട് അവനെ സംരക്ഷിക്കുക ചെയ്തു. അവനെ വെറുതെ വിട്ട് ഞങ്ങൾ അവനെ ഉപദ്രവിക്കാതെ നേരെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്തായിരുന്നു. സംരക്ഷണം നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നോ പോലീസ്? സംരക്ഷണം ഡിജിപി പറഞ്ഞിരുന്നു. ലംഘിക്കപ്പെട്ടു. ഇവിടെ നടപ്പായില്ല 100% നടപ്പായില്ല. ஒரு பாயிண்ட் வரை நிறுத்தான உண்டாயிருந்து பின்ன அடுத்த பார்ட்டி ரியாக்ட் ചെയ്യും. അത്രേ പറയാം. അവർ നമുക്ക് പോലീസ് എവിടെ റിയാക്ട് ചെയ്യുന്നു അവിടെ റിയാക്ട് ചെയ്യും. അവരിങ്ങോട്ട് കടക്കാൻ സമ്മതിച്ചു, അനുവദിക്കപ്പെട്ടു തെരുവിലേക്ക്. അവർ പ്രതിഷേധക്കാരെ എവിടെ വെച്ച് തടയാൻ തീരുമാനിച്ചാൽ അവിടെ വെച്ച് തടഞ്ഞു. പോലീസിന്റെ വീഴ്ച ഗൗരവമുള്ളതാണെന്നും വ്യാപാരികൾക്ക് CPM സംരക്ഷണം നൽകും എന്നുമാണ് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രതികരിച്ചത്. പോലീസിന് ചെയ്യാനാവാത്തത് തങ്ങൾ ചെയ്തു കാണിക്കാമെന്ന അവകാശവാദം. കാലത്ത് പോലീസിന്റെ സാന്നിധ്യം വേണ്ടത്ര ഉണ്ടായില്ല എന്നുള്ള ഒരു അഭിപ്രായവും വിമർശനവും കച്ചവട സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വേണ്ടത്ര ഉണ്ടായില്ല എന്നുള്ളത്. സംസ്ഥാനത്താകെ ഈ കൂട്ടർ ഈ RSSും സംഘപരിവാരും അക്രമം ഒഴിച്ചുവിട്ട സാഹചര്യത്തിൽ പോലീസിന് ഒരു സ്ഥലത്ത് പ്രധാനമായും കേന്ദ്രീകരിക്കാൻ കഴിയാതെ വന്ന പരിമിതികൾ ഉണ്ടാവാം. എന്നാലും അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വസ്തുത
സാധുതയുണ്ടോ എന്നുള്ളത് ഉത്തരവാദപ്പെട്ട ഭരണകേന്ദ്രങ്ങൾ പരിശോധിക്കുക തന്നെ വേണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ്, വിശേഷിച്ച് ചെറുപ്പക്കാരാണ് ഇന്ന് തൊഴിലാളികളും ചെറുപ്പക്കാരും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ ഇന്ന് ഈ നഗരത്തിന് കാവലായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അഭിമാനകരമായ സംഗതിയാണ്. മിഠായി തെരുവിൽ തുറന്നു പ്രവർത്തിച്ച ചില വ്യാപാര സ്ഥാപനങ്ങൾ ഈ സംഘർഷങ്ങളൊക്കെ കണ്ട് അടച്ചു. ചില വ്യാപാരികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സർക്കാരിനെ, പോലീസിനെ വിശ്വസിച്ച് കടകൾ തുറന്നവർക്ക് തികച്ചും ദുരനുഭവമാണ് ഇന്നുണ്ടായത്. തൃശൂരിൽ വാടാനപ്പള്ളിയിൽ BJP SDPI പ്രവർത്തകർ പരസ്പരം നേരിട്ടേറ്റു. 3 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. BJP പ്രവർത്തകരുടെ പ്രകടനം SDPI പ്രവർത്തകർ തടയാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷങ്ങൾ തുടങ്ങിയത്. 40 പേരെ പോലീസ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തു. തൃശൂർ നടുവിലാലിന് സമീപം ഹർത്താൽ അനുകൂലികളും പോലീസും നേരിട്ടേറ്റുമുണ്ട്. പന്തളത്തും വലിയ സംഘർഷമായിരുന്നു. കടകൾ തുറപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ വ്യാപകമായ അക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. തലശ്ശേരിയിൽ ദിനേശ് BD കമ്പനിക്ക് നേരെ ഒരു സംഘം ബോംബെറിഞ്ഞു. CPM BJP ഓഫീസുകൾക്ക് നേരെയും വായനശാലകൾക്ക് നേരെയും വ്യാപകമായി ആക്രമണം നടന്നു. മലപ്പുറത്ത് എടപ്പാളിൽ CPM മാർച്ചിലേക്ക് BJPക്കാർ ബൈക്കുമായി വന്നത് വലിയ സംഘർഷത്തിനിടയാക്കി. നഗരങ്ങൾക്കും പ്രധാന പട്ടണങ്ങൾക്കുമൊപ്പം ഗ്രാമപ്രദേശങ്ങളും ഹർത്താലിൽ സ്തംഭിച്ചു. വ്യാപകമായ അക്രമവും അഴിഞ്ഞാട്ടവും സംഘർഷവുമാണ് ഹർത്താലിലുണ്ടായത്. കൊട്ടാരക്കരയിലും പള്ളിക്കലിലും BJP DYFI പ്രവർത്തകർ ഏറ്റുമുട്ടി. പന്തളത്ത് 5 വീടുകൾ അടിച്ചു തകർത്തു. എരുമേലിയിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുത്താൻ വലിയ ശ്രമങ്ങൾ. 5 BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കോതമംഗലത്ത് പോലീസും ഹർത്താൽ അനുകൂലികളും തമ്മിലായിരുന്നു സംഘർഷം. ഇവിടെയും 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിലും ഹർത്താൽ പൂർണ്ണമായിരുന്നു. അടിമാലിയിൽ വാഹനം തടഞ്ഞവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂരിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. വിവാഹം, ശബരിമല യാത്ര എന്നിവയല്ലാത്ത വാഹനങ്ങളൊന്നും തന്നെ അവിടേക്ക് കടന്നില്ല. മലപ്പുറം തവനൂരിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് അക്രമികൾ തീയിട്ടു. പൊന്നാനിയിൽ ഹർത്താൽ അനുകൂലികൾ കടകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി. സംസ്ഥാനത്തെങ്ങും മാധ്യമപ്രവർത്തകർക്ക് നേരെയും വ്യാപക അക്രമങ്ങളാണുണ്ടായത്. മാധ്യമപ്രവർത്തകർക്കെതിരെ നടന്ന അക്രമങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നാണ് പോലീസ് മേധാവി പറയുന്നത്. മാധ്യമപ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ കേരളം വിറങ്ങലിച്ച ഹർത്താലായിരുന്നു ഇന്ന്. ആശയങ്ങളും സംവാദവും ഒക്കെ മാറ്റിവെച്ച് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം തെരുവിൽ കയ്യൂക്ക് കാണിക്കാൻ ഉറപ്പിച്ച ദിനം. ഈ തമ്മിൽ തല്ല് ഇന്നുകൊണ്ട് തീരുമോ എന്നു മാത്രമാണ് ഈ നാട്ടിൽ മനസമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മലയാളിയും
ഇപ്പോൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം.